ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിലാണ് ഉള്ളത്. അവിടുത്തെ പഞ്ചമല പൂരമാണ് കേട്ടോ. അപ്പോൾ ഈ പൂരത്തിന് ഞാൻ തമിഴിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ റിമി ചേച്ചി വരുന്നുണ്ട്, റിമി ടോമി. അപ്പോൾ പുള്ളിക്കാരിയുടെ ഗാനമേളയാണ് ഇന്ന് അമ്പലത്തിലുള്ളത്. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിത് ആദ്യം കുറച്ച് പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ആനയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം എല്ലാ കുട്ടികൾക്കും തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആനിമലാണല്ലോ ആന. അപ്പം കൊണ്ടുപോയി ആനേനെ കാണിച്ച് നമുക്ക് വളരെ അടുത്ത് നിന്ന് തൊടാനൊക്കെ പറ്റിയിട്ട് അതിൻ്റെ പാപ്പാനൊക്കെ നമ്മൾ വിളിച്ചിട്ട് മോനെ തൊടിയിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സന്തോഷമായി. അവന് ശരിക്കും അടുത്തുനിന്ന് തൊടാൻ പറ്റി. അവന് ആദ്യമൊക്കെ ആനേനെ കാണുന്ന പേടിയായിരുന്നു. ഇപ്പം അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. അവനും ഭയങ്കര കൂളായിട്ട് തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് റിമി ചേച്ചിയുടെ ഗാനമേള സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടി. അപ്പം ഞാൻ പറ്റാവുന്ന അത്ര വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നണി ഗായികയുടെ റിമി ടോമി അവർ അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കുകയാണ്. ചെയ്ത ശ്രീ രാഹുൽ കല്യാൺ സൂപ്പർ ബീറ്റ്സ് ആലപ്പുഴയ്ക്കും ശ്രീ സുജികുമാർ ചൈതന്യ കമ്മ്യൂണിക്കേഷൻ മാരപ്പെട്ടി അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക റിമി ടോമി അവരുടെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഗാനമേള അവതരിപ്പിക്കുവാൻ പഞ്ചമല ദേവസ്വത്തിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ചേച്ചി എണീറ്റ് ഞാൻ ആകെ കോലം കെട്ടി സാരി കൊടുത്തോന്ന്. പക്ഷെ ചേച്ചി വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഈ സാരി 5 മിനിറ്റ് കൊണ്ട് ഉടുപ്പിച്ച് വീണ്ടും തന്നിരിക്കുന്നു. താങ്ക് യു സിംഗ് ചേച്ചി. അതേപോലെ ഞങ്ങളെല്ലാവരും 6 മണിയായിട്ട് ഇവിടെ വന്നു. പക്ഷെ ഇവിടെ ഒരുപാട് അല്ലെ അമ്പലത്തിൻ്റെതായ മറ്റേ കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് സോപാനം ഉണ്ടായിരുന്ന എല്ലാം ഇടുക്കിക്കാരോടാണോ അല്ലെ റിമി ചേച്ചി അങ്ങനെ ചോദിക്കുന്നത് അല്ലെ? അപ്പൊ എന്താ പറയാ, ഇടുക്കി എന്ന് പറയുമ്പോ തന്നെ എന്താ, എനിക്ക് ഈ റബ്ബർ മരങ്ങളൊക്കെ കണ്ടുവന്നപ്പോ എനിക്കെന്തോ എന്റെ പാല പോലെ തന്നെയാണ് എനിക്ക് തോന്നി. ഇവിടുത്തെ ഒരു നമ്മളെല്ലാം ഒരു അല്ലെ അങ്ങനെ ഒരു പ്രത്യേക ഒരു അടുപ്പമുണ്ട്. അപ്പം ഇത്രയും വളരെ പ്രശസ്തമായ പഞ്ചമല ദേവസ്വം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രം പട്ടയക്കുടിക്കാരാണ് ഇരിക്കുന്നത്. വെൺമണി ഇടുക്കി പഞ്ചമല പൂരം എന്ന് പറയുന്ന അങ്ങനെ നമ്മൾ ആവശ്യത്തോടെ കാത്തിരുന്ന റിമി ചേച്ചി എത്തി. അപ്പോൾ ചേച്ചി വന്നതും നമ്മുടെ ഗണപതിയുടെ ഒരു ശ്ലോകം ചൊല്ലിയിട്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് കടന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെ അടിപൊളി പാട്ടൊക്കെയാണ് പാടുന്നത്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ സോങ്സ് ഇടാതെ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി നല്ല സാരിയൊക്കെ എടുത്ത് നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല സുന്ദരിയാണ് ആൾ നേരിട്ട് കാണാനായിട്ടും. ഞാൻ ഇത്തിരി ദൂരെ നിൽക്കുന്ന പോലെ വീഡിയോയിൽ തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം ദൂരെയാണ്, എന്നാലും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത് ഈ തിരക്കിനിടയ്ക്ക് ഞാൻ ഈ ക്യാമറ ഒന്ന് തുടയ്ക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് എനിക്ക് എടുത്ത വീഡിയോ അത്ര ക്ലാരിറ്റി ഇല്ലാതെ പോയി. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പം അത് കഴിഞ്ഞപ്പം
ഇവരുടെ പാട്ട് അടിപൊളിയായിരുന്നു. അപ്പം ചേച്ചീനെ കൂടാതെ വേറെ സിംഗേഴ്സും ഉണ്ടായിരുന്നു പാടാനായിട്ട്, ഏകദേശം 3-4 പേരോളം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും കാണുന്നൊരു പരിപാടിയായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ. അപ്പോൾ അതിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചേട്ടനായിരുന്നു ശ്രീനാഥ് ചേട്ടൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ശ്രീനാഥ് ചേട്ടനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ ശ്രീനാഥ് ചേട്ടൻ ഉണ്ടായിരുന്നു, അരുൺ ഗോപൻ ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ ശ്യാം പ്രസാദ് എന്ന് പറയുന്നത്, ശ്യാം പ്രസാദ് എന്നാണെന്ന് തോന്നുന്നു പേര്, എനിക്ക് അത്ര ഓർമ്മയില്ല. അങ്ങനെയൊരു ഡയറക്ടർ, പിന്നെ ഈ നിഖിൽ ചേട്ടൻ. അപ്പോൾ ഇത്രയും പേരായിരുന്നു, ചേച്ചീനെ കൂടാതെ മറ്റ് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് അവരൊക്കെ പെർഫോം ചെയ്തു. എല്ലാവരും നല്ല സോങ് സെലക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചി പാടുന്ന പാട്ടിനൊക്കെ ഡാൻസേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ അടിപൊളിയായിട്ട് അവരുടെ ഡാൻസും അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടി പരിപാടി അടിപൊളിയായിരുന്നു. ചേച്ചീനെ നമ്മൾ മറ്റ് സ്റ്റേജ് ഷോസിലും കാര്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര ഹാപ്പിയായിട്ടും ഭയങ്കര എനർജറ്റിക്കായിട്ടായിരുന്നു പുള്ളിക്കാരി. ചേച്ചിയുടെ അതേ എനർജി അവിടുത്തെ ജനങ്ങളിലേക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ഡാൻസ് കളിക്കൽ, പൊടി പറക്കലും ഒക്കെ ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്ന 1-2 അമ്മച്ചിമാരെ സ്റ്റേജിലൊക്കെ കയറ്റിയിട്ട് അവരെയും കൊണ്ടൊക്കെ ചേച്ചി ഡാൻസ് കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ഈവായിരുന്നു. സരോജിനി അമ്മയ്ക്ക് കൊണ്ടുക്കൊരു കൈയടി. ആ പിങ്ക് സാരിയും കൂടെ വാ, ലക്ഷ്മി ചേച്ചിയും കൂടെ വാ, ശരദ ചേച്ചി വാ. മത്സരം കട്ടയ്ക്ക് വേണമെങ്കിൽ ഒരാളും കൂടെ വേണ്ടേ അല്ലേ? ആ വാ. എന്റെ പോലെ എന്തൊരു വെയിറ്റ്, ഞാൻ എന്തോരം കണ്ട് കഷ്ടപ്പെട്ട് കുടിക്കാൻ. വാ എന്താ ഹേമ പ്രകാശ് ചേട്ടന് കൊടുക്കൊരു കൈയടി. പറഞ്ഞോ, ഞാൻ വേറെ തിരിക്കും കേട്ടോ. ആ അപ്പൊ ഇതിന്റെ അകത്ത് സമന്തനെ തെരഞ്ഞെടുക്കുന്ന ഒരു മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. ആ വരുന്ന പോലെ പണ്ടത്തെ കാലമൊക്കെ ഓർമ്മയുണ്ടോ?
അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഐഡിയ സ്റ്റാർ സിംഗേഴ്സിലെ ശ്രീനാഥ് ചേട്ടൻ, അരുൺ ഗോപൻ ചേട്ടൻ, നിഖിൽ ചേട്ടൻ, ഇങ്ങനെ ഇവർ 3 പേരായിരുന്നു പാടിയത്. പിന്നെ അതിനകത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ശ്യാം പ്രസാദ് എന്ന് പറയുന്ന പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗാനമേളയായിരുന്നു കുറേ നേരത്തേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും റിമി ചേച്ചി പോയി ഇതേ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വേറൊരു പെർഫോമൻസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് റിമി ചേച്ചിയുടെ ഒരു പ്രോഗ്രാം കാണുന്നത് കേട്ടോ. നമ്മൾ ടി വിയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നമ്മൾ ടി വിയിൽ സ്റ്റേജ് ഷോസിലൊക്കെ കാണുന്ന അതേ വൈബിൽ തന്നെയാണ് ചേച്ചി ഈ പരിപാടിയിലും ഉണ്ടായിരുന്നത്. കാണാനും നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അപ്പം വേറൊരു കോസ്റ്റ്യൂമിൽ വന്നു, അതും അടിപൊളിയായിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇത് 2 മണിക്കൂർ നേരത്തെ ഗാനമേളയായിരുന്നു. നമ്മളൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പോകുന്നു. കാരണം നമുക്ക് മോനെയും കൊണ്ട് അവിടെ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം നിന്നിട്ടാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും 11:30 ആയി. അപ്പോൾ ഏകദേശം അപ്പോഴേക്കും ആദ്യമൊക്കെ മടുത്തു, കരച്ചിലൊക്കെ തുടങ്ങിയപ്പോഴേക്കും അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ മുഴുവൻ പരിപാടിയും കണ്ടിട്ടില്ല. നമ്മൾ ഈ ഒരു പാട്ടോടുകൂടി പോരുമായിരുന്നു. എനിവേ ഇത്രയും തന്നെ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, പക്ഷേ എങ്കിലും മോനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ പരിപാടി അടിപൊളിയായിരുന്നു. അങ്ങനെ റിമി ചേച്ചിനെ നേരിട്ട് കാണാൻ പറ്റി. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതിന് മുന്നേ തൊടുപുഴയിൽ കാർഷിക മേളയ്ക്ക് ചേച്ചിയുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട്. അവർക്ക് ഓൾറെഡി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പരിപാടിയൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.